ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. നല്ല മഞ്ഞായിരുന്നു തലേ ദിവസം. അപ്പോൾ അത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എങ്കിലും കൂടുതൽ നേരം ഈ ബാൽക്കണിയിലൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. ഞാനിന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നേരം നിന്നതാണ്. എന്തായാലും രാവിലെ തന്നെ ഈ ഒരു മഞ്ഞ് മാറ്റണ ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവർ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ നടത്തും. മഞ്ഞിങ്ങനെ വഴിയിലും അതുപോലെ തന്നെ വണ്ടി പോകുന്ന സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ കാണാനൊരു പ്രത്യേക രസമാണ്. സമയം പോകുന്നതേ അറിയില്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനെ മഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഞാൻ എപ്പോഴും ഓർക്കും ഈ മഞ്ഞ് മാറ്റണ കാണുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന് വീഡിയോ എടുത്തൊന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമല്ലോ എന്ന്. പക്ഷേ ഈ മഞ്ഞത്ത് ബാൽക്കണിയിലാണെങ്കിലേ ഇറങ്ങാനുള്ള ഒരു മടി കൊണ്ടാണ് കാണിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ കണ്ടില്ലേ, ഇങ്ങനെ വണ്ടികളൊക്കെ ക്ലീൻ ചെയ്യലാണ് പിന്നെ അടുത്തൊരു പണി. എല്ലാവരും രാവിലെ തന്നെ വണ്ടി ക്ലീൻ ചെയ്തിടും. കാരണം വെച്ചാൽ റോട്ടിലേക്കൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച് കിടക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കോല് വെച്ചിട്ട് ഇങ്ങനെ ആദ്യം അങ്ങനെ തട്ടി തട്ടി അതിനെ ഉടച്ചിട്ട് വേണം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ തള്ളിയിടാനായിട്ട്. എന്തായാലും നല്ലൊരു പണി തന്നെയാണ് മഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇവിടെയൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ഈ വഴിയും കാര്യങ്ങളൊക്കെ അവരവർ തന്നെ നന്നാക്കണമല്ലോ. ഇതിപ്പോൾ നമുക്ക് പിന്നെ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. രാവിലെ തന്നെ എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇത് കണ്ടില്ലേ, വെളിച്ചെണ്ണയൊക്കെ ആകെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര പാടാണ് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരി മട്ടൻ കറിയാണ്. ഒരു സാറ്റർഡേ വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കണത്. ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കുള്ളൂ. അല്ലാത്ത ഇട ദിവസങ്ങളിലൊക്കെ വളരെ എളുപ്പപ്പണികളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. പിന്നെ മാത്രമല്ല എല്ലാവർക്കും കൂടി ഇരുന്ന് അങ്ങനെ വിശദമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ടൈമും ഇല്ലല്ലോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകണം, അങ്ങനെയുള്ളൊരു തിക്കും തിരക്കായിരിക്കും. പലർക്കും പല ടൈമൊക്കെയാണ്. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയും ഒരുമിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്യുക. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ നമ്മൾ ഇന്ന് മട്ടൻ കറിയിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. മാത്രമല്ല ഇന്ന് വറുത്തരച്ച മട്ടൻ കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ കാണിക്കണമൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമെന്നില്ല. ഒരേപോലെ പറയുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറാവൂലേ. ഇതിലേക്ക് വറുത്തെടുക്കാനുള്ള തേങ്ങയൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് അരച്ചൊഴിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വറുത്ത തേങ്ങയൊക്കെ കുറച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനതേ തേങ്ങയൊക്കെ ഞാൻ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അധികം വേവൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ മട്ടൻ നല്ല അടിപൊളി മട്ടനാണ്. എനിക്ക് ഇവിടുത്തെ ബീഫിനേലും ഏറ്റവും കൂടുതലും ഇഷ്ടം മട്ടൻ തന്നെയാണ്. നല്ല സോഫ്റ്റ് മട്ടനാണ്. പക്ഷേ ബീഫ് എനിക്ക് അത്ര എന്തോ നമ്മുടെ നാട്ടിൽ അത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മട്ടൻ്റെ കൂട്ടുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരുന്ന് അങ്ങനെ വേവട്ടെ. അധികം അങ്ങനെ കുക്കറിലിട്ട് വേവിക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പത്തിരി പണിയിലേക്ക് കിടക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണത്. ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് നോമ്പിൻ്റെ വീഡിയോയിലൊക്കെ. അങ്ങനെ അതേ ഞാനിത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് നമുക്കിനി ഇത് ഉരുളകളാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ പത്തിരി. എങ്കിലും ഞാൻ ശനി ഞായറൊക്കെയാണ് ഉണ്ടാക്കാറ്. എത്ര എളുപ്പമാണെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ ഒരു ടൈം എടുക്കുമല്ലോ. ഞാൻ 2 പാനിലായിട്ടാണ് പത്തിരി ചുട്ടെടുക്കുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും. കുറേ നേരം ഒന്ന് അടുപ്പിൻ്റെ ചുവട്ടിൽ നിൽക്കണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങിയതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും സാറ്റർഡേക്ക് അല്ലേ, അപ്പോൾ ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായേ. പിന്നെ നമ്മുടെ പത്തിരിയും അതുപോലെ തന്നെ വറുത്തരച്ച മട്ടൻ കറി, മുട്ട പുഴുങ്ങിയത്, പിന്നെ ഇന്ന് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയേക്കണത്. ഇവിടെ പിള്ളേർക്കൊക്കെ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടിയിരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണേന്ന്.
ഇനി നമുക്ക് ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം. ദേ മീനു എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ചാള, അയില ഇതിൻ്റെയൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള മീനുകൾ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കറി വെക്കണം, കുറച്ച് ഫ്രൈ ചെയ്യണം, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ എച്ചുമാട്ടിൽ നിന്നാണ് സാധാരണ മീനുകളൊക്കെ വാങ്ങിക്കാറ്. പക്ഷേ എങ്കിൽ അതിനേലും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ മീനുകൾ. ശരിക്കും എന്താ പറയുക, ഇങ്ങനെ മലയാളത്തിലൊക്കെ എഴുതിയേക്കണോണ്ട് നമ്മുടെ നാട്ടിൽ നിന്നാണോ എങ്ങനെയെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് പുഡിങ് തിന്നാനൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് കോൺഫ്ലോറും കുറച്ച് ചോക്ലേറ്റ് പൗഡറും ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേണ്. ആദ്യം കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അതിനത് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് അധികമായിട്ട് നമുക്കിങ്ങനെ പാല് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് കൊതി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമാന്തിക്കരുത്, എന്ത് ഐറ്റം ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് പാല് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ ക്രീം ബിസ്ക്കറ്റിൽ അതിൻ്റെ ക്രീമൊക്കെ മാറ്റി എടുത്തിട്ട് അതിൽ നിന്ന് ഞാനതേ പാലിൽ മുക്കി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ആ പാത്രത്തിൽ മൊത്തം ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ഞാനത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണേണ്. നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പരിപാടി. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ഇതിൻ്റെ മേളിലേക്ക് നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് അങ്ങനെ കട്ടയായി പോകുമല്ലോ. അപ്പോൾ ഞാനിത് ചോക്ലേറ്റും പിന്നെ അതുപോലെ എന്ത് ടൈപ്പാണെങ്കിലും നമുക്കിതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് നമുക്കിതൊരു 4-5 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ് റെഡിയാക്കാൻ സാധിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല രസമായിരിക്കും ഇങ്ങനെ. പിന്നെ മധുരമൊന്നും മാത്രം. അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ മസാല പരട്ടാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അയില തന്നെയാണ് കറി വെക്കണത്. പിന്നെ കുറച്ച് ചാളയും അയിലയും കൂടി ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഞാനിത് മസാലയൊക്കെ തേച്ച് വയ്ക്കണേണ്. നിങ്ങൾക്കറിയാലോ ഞാൻ എന്ത് ലഞ്ച് പരിപാടിയിലാണെങ്കിലും മീൻ ആദ്യം തന്നെ അങ്ങോട്ട് മസാല തേച്ച് വയ്ക്കുക. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഈ ചാളയും അയിലയൊക്കെ കറി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അയിലയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് അച്ചിങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് അച്ചിങ്ങയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒക്കെ ഇട്ടിട്ട് ഞാനിതൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കണേണ്. അപ്പോൾ ഇത് കുറച്ച് എടുത്തുള്ളൂ കേട്ടോ, ഞാൻ മൊത്തമൊന്നും എടുത്തില്ല. ഈ ബ്രാൻഡിലുള്ള തേങ്ങയാണ് ഞാൻ സാധാരണയായിട്ട് ഇവിടെ ഉപയോഗിക്കാറ്, ഫ്രോസൻ്റെ തേങ്ങ. ഇനിയിപ്പോൾ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഫ്രീസറിലിരുന്നായതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തോ മാതിരി ആയിരിക്കുമല്ലോ. അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചൊഴിക്കാം. അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ചട്ടിക്കലൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മീൻകറികളൊക്കെ ഇതേമാതിരിയാണ് വയ്ക്കാറ്. അതിലേക്ക് ഞാനിതേ ആവശ്യത്തിനുള്ള തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വാളംപുളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോറി, വാളംപുളി അല്ല, കൊടംപുളിയാണ്. അങ്ങനെ അതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അയില നന്നായിട്ട് ഇങ്ങനെ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അയില കറിയാണ് ഞാൻ വയ്ക്കാൻ പോണത്. അങ്ങനെ അതും ഇട്ട് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. അങ്ങനെ അയിലയും ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചെറുതയിലിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരുവിധം റെഡി ആയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ചാറൊക്കെ ഒന്ന് പറ്റാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അച്ചിങ്ങത്തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും കറിവേപ്പില ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ എന്തായാലും വെന്തൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അത്ര പെർഫെക്ഷൻ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നേരം ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ കിട്ടണ ആ ഒരു അച്ചിങ്ങയുടെ സോഫ്റ്റ്നെസ് ഒന്നും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണാവോ പ്രശ്നം. എന്തായാലും അച്ചിങ്ങ തോരൻ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു.
ഞാൻ കുറച്ച് അച്ചിങ്ങ മാത്രമാണ് എടുത്തിട്ടുള്ളൂ, ഒരുപാട് തോരനൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ അച്ചിങ്ങയൊക്കെ ഇട്ട് ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേനും അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവുമല്ലോ. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങത്തോരൻ ഇവിടെ റെഡിയാകും. അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളി മൂപ്പിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഉള്ളി മൂപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴൊന്നും ഉള്ളി മൂപ്പിക്കില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് പരിപാടി അവസാനിപ്പിക്കാറാണ് പതിവ്. ഓരോ തവണയും ഓരോ രീതിയിലാണ് ചെയ്യാറ്. അങ്ങനെ ഇന്നിപ്പോൾ ഞാനിതേ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണമൊക്കെയാണ് കേട്ടോ മീൻകറിക്ക്. എന്തായാലും ഇന്നത്തെ മീൻകറി ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ മീൻ വറക്കാൻ വേണ്ടി പോവുകയാണ്. ചാളയും അയിലയും കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതും കൂടി ഉള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ച് പരിപാടിയിലേക്കുള്ള പണികൾ. അങ്ങനെ നമ്മുടെ എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. മീൻകറി, അച്ചിങ്ങത്തോരൻ, മീൻ വറുത്തത്, പിന്നെ കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും ഉണ്ടായിരുന്നു. അത് ഫ്രോസനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഇവിടെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മളങ്ങനെ കഴിക്കണേണ്. അയിലക്കറി അടിപൊളിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പും വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ചാളക്കറി ഇതിനു മുമ്പ് വെച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ പാചക വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.